ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഷിഫോൺവിങ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലെ മോം ടു ബി വ്ളോഗാണ് കേട്ടോ. ഞാനും ഉമ്മയായിരുന്നു, അമ്മനും കൂടിയാണ് പോയത്. ഈവനിങ് ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പോയിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോട്ടോഷൂട്ട് സെഗ്മെൻറ്റാണ്. ബിക്കോസ് നമ്മൾ പോരുന്ന ടൈമിൽ അവർ നമുക്ക് ഈ ഒരു ഫ്രെയിം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു മോം ടു ബി പ്രോഗ്രാം ഹോസ്പിറ്റലിൽ എല്ലാ മന്തും നടക്കുന്നതാണ്. എല്ലാ മന്തും 7 മന്ത് ആയിട്ടുള്ള പ്രഗ്നൻസി ലേഡീസിനൊക്കെ വിളിച്ചിട്ട് അവരുടെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ പ്രോഗ്രാമാണ് കേട്ടോ. സോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് മുതൽ പോരുന്നത് വരെയുള്ള എല്ലാ ക്ലിപ്സും ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അയ്യോ ഹായ്. Thank you. നാസിമയുടെ ഇല്ലേ ഷഹനാസ് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പോവുകയാണ് ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ മോം ടു ബി പ്രോഗ്രാം ഞങ്ങൾ കാണുന്നത് തന്നെ. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒക്കെ കണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഈവനിങ് 5 o'clock. സോ ഇന്നത്തെ ഈ ഒരു ദിവസം പോയത് സംഭവത്തിൽ അറിഞ്ഞതേ ഇല്ല. നല്ല രസമായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ കാണിക്കണ ഡോക്ടർ അന്ന് ലീവ് ആയിരുന്നു. എന്തോ എമർജൻസി ആയിട്ട് പോയതായിരുന്നു. സാധാരണ മാം ഇവിടെ തന്നെ നിൽക്കാറ്. ആ ഒരു മിസ്സിങ് മാത്രം ഉണ്ടായിരുന്നു. ബാക്കി സ്റ്റാഫുകളൊക്കെ ഫുൾ സെറ്റ് ആയിരുന്നു കേട്ടോ. അതാരോ അപ്പോൾ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റ ഫോട്ടോ എടുക്കാൻ കരുതിയിട്ടോ. കേക്ക് കട്ടിങ്ങിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് തന്നെ വേറെ കുറേ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. സോ അവരൊക്കെ വന്നു. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സെയിം മന്ത്ലി ഡെലിവറി ഉള്ള ടീംസാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട റിലേറ്റീവ്സിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ 7 മന്താണ്. കുറച്ച് പേർക്ക് കൂടുതൽ വയറ്, കുറച്ച് പേർക്ക് കുറച്ച് വയറ്, സെയിം സൈസുള്ള ആരുമില്ല. സോ വാട്ട് എവർ, അതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളും ബേബി ഹെൽത്തി ആയിരിക്കണം, അത്രേ എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കറക്റ്റ് ആൻസറാണ് നമുക്ക് നോക്കാം കേട്ടോ. യെസ്, കറക്റ്റ് ആൻസറാണ് കേട്ടോ. ഗിഫ്റ്റ് ഹായ്, ഗുഡ് ഈവനിങ്. എന്താ പറയാന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഫംഗ്ഷനിൽ ആദ്യമായിട്ടാണ് കേട്ടോ കൂടുന്നത്. ഇങ്ങനൊരു ചടങ്ങിൽ കുറേ ഇനോഗ്രേഷൻസിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ചടങ്ങിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് അമ്മമാരെ കാണാൻ പറ്റി. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആശംസിക്കുകയാണ്.
നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പുതിയ പിന്നെ ഞങ്ങളോട് എല്ലാവരോടും അവിടുന്ന് കുറേ ചോദിച്ചിട്ടോ, പാട്ട് പാടുമോ, വേറെ എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടോ, ഡാൻസ് ചെയ്യുമോ, അങ്ങനെയൊക്കെ. പിന്നെ നമ്മളാരും അത്ര ഹെവി ആയിട്ട് റിസ്ക് എടുക്കാനൊന്നും പോയില്ല. സോ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ അടിപൊളി സിംഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ മോം ടു ബി പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തത് കാണുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു, കുറേ ഡോക്ടർമാരെ അന്വേഷിച്ചിട്ട് ഫൈനലി ഡിസൈഡ് ചെയ്താണ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതുവരെ കേട്ട അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായമൊക്കെ കേട്ടിട്ടാണ് ഫൈനലൈസ് ചെയ്തത്. ഇങ്ങോട്ട് തന്നെ വരണമായി ഹോപ്പ്ഫുള്ളി വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ. തയ്യാറാണ്. മേഡത്തിൽ വിളിക്കുകയാണ് കേട്ടോ. ഷഹനാസ് അങ്ങനെ ഫൈനലി എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. സ്റ്റാഫുകളൊക്കെ നല്ല കമ്പനിയാണ്, നല്ല എൻജോയ് ചെയ്തിട്ടു ഇന്നത്തെ ഡേ. അപ്പോൾ എൻ്റെ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ.